നമ്മുടെ ഹെയർ ഗ്രോ സീരീസിന്റെ അങ്ങനെ 5 എപ്പിസോഡും ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ 15 എപ്പിസോഡ്സ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 15 എപ്പിസോഡ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ ആ ഒരു ഫുഡ് ചാർട്ട് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ അയക്കുന്ന സമയത്ത് താങ്ക് യു. നിങ്ങൾ അതിന് എനിക്ക് ഒരു ഫീഡ്ബാക്ക് തരുന്നതിന് ഒരുപാട് താങ്ക് യു. ഞാൻ എല്ലാവരുടെ അടുത്ത് എപ്പോഴും DM ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അത് നിങ്ങൾ ചെയ്ത് നോക്കിയത് നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും എനിക്ക് DM ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളൊരു സീരീസ് അങ്ങനെ നിങ്ങൾക്ക് ഇത്ര യൂസ്ഫുൾ ആയി തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നമ്മളുടെ ഹെയർ ഗ്രോ സീരീസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്മോൾ പാക്ക് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ വേറെ എക്സ്ട്രാ ഹെയർ പ്രൊഡക്ട്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ തലയിലേക്ക് ആഡ് ചെയ്യാതെ നല്ല ഹെൽത്തി വരെ നമുക്ക് എങ്ങനെ നമ്മുടെ ഹെയർ സെറ്റ് ആക്കാം എന്നായിരുന്നു നമ്മുടെ ഈ സീരീസോട് നമ്മൾ വിചാരിച്ചിരുന്നത്. അത് ഫൈനലി നമ്മൾ സക്സസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. അത് നിങ്ങളും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഫോളോ ചെയ്തതുകൊണ്ട് നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടെന്ന് അറിയാം. ഇനി അത് ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു 15 പാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കാം. നമ്മുടെ പ്ലേലിസ്റ്റിൽ ആ പാട്ടെല്ലാം അവൈലബിൾ ആണ്. സോ എന്താണ് നമ്മുടെ ഹെയർ ഗ്രോ സീരീസ്? നമ്മൾ അതിൽ ഒരു 15 പാർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് വിത്തൗട്ട് എനി ഹെയർ പ്രൊഡക്റ്റ്, അതൊരു പ്രൊമോഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തൊരു പാർട്ടല്ല. പ്രൊമോഷൻ ബേസ് ചെയ്ത് നമ്മൾ ചെയ്തിരുന്ന വീഡിയോസ് ആയിരുന്നില്ല. കംപ്ലീറ്റ്ലി നമുക്ക് വീട്ടിൽ തന്നെ നിന്നിട്ട് എങ്ങനെ 5 പൈസ ചെലവിലാണ് നമുക്ക് മുടി വളർത്താം എന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആയിരുന്നു. പ്രോട്ടീൻ കുറവാണെങ്കിൽ നമ്മുടെ ഹെയറിന്റെ സ്ട്രെങ്ത്തിനെയാണ് അത് ബാധിക്കുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആയിരുന്നു. വൈറ്റമിൻ സി ആണ് അയൺ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ വൈറ്റമിൻ സി കുറവാണെങ്കിൽ ഹെയറിന് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടത്തില്ല, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് സപ്പോർട്ടിനും ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് പാർട്ട് 3 എന്ന് പറയുന്നത് അയൺ ആണ്. അയൺ കുറവാണെങ്കിൽ ഞാൻ നേരത്തെ വൈറ്റമിൻ സി പറഞ്ഞതുപോലെ തന്നെ അത് രണ്ടും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ ഗ്രോത്തിന് സപ്പോർട്ടിന് തന്നെ ഈ അയൺ കുറവാണെങ്കിൽ ബാധിക്കും. പാർട്ട് 4 എന്ന് പറയുന്നത് ബയോട്ടിൻ ആയിരുന്നു. ബയോട്ടിൻ ആണ് നമ്മളുടെ ഹെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. പാർട്ട് 5 എന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് ആണ് നമ്മുടെ ഹെയർ റിപ്പയർമെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം. സോ സിങ്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ റിപ്പയറിംഗ് പ്രോപ്പർ ആയിരിക്കില്ല. പാർട്ട് 6 എന്ന് പറയുന്നത് ഒമേഗ 3 ആണ്. ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നത് സ്കാൽപ്പിലേക്ക് ന്യൂട്രീഷ്യൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നത്. പാർട്ട് 7 വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം ഒരു ന്യൂട്രീഷൻ പാർട്ട് ആണെങ്കിൽ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ. അതല്ലാണ്ട് ഹെൽത്ത് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ പാർട്ട് 8 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 8 ഗട്ട് ഹെൽത്ത് ആയിരുന്നു ഉണ്ടായത്. അതായത് സ്റ്റൊമക്കും ഹെയർ തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് നമ്മൾ അതിൽ പറഞ്ഞിരുന്നത്. ആൻഡ് പാർട്ട് 9 എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ ആൻഡ് PCOS ആയിരുന്നു. നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ഹെയർ റൂട്ടിനെ അതുപോലെ തന്നെ ഹെയറിന്റെ വളർച്ചയെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ആ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 10 തൈറോയിഡ് ആയിരുന്നു. തൈറോയിഡ് ഓൾസോ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. പക്ഷെ ഇത് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് സൈക്കിളിനെയാണ് തൈറോയിഡ് ബാധിക്കുന്നത്. അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡെയിലി റുട്ടീനിൽ നമ്മൾ വരുത്തേണ്ട ചേഞ്ചസ് ആണ്. പാർട്ട് 11 എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. ആ സ്ട്രെസ്സിന്റെ ബേസ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ട കുറച്ച് ടിപ്സ് കാര്യങ്ങളായിരുന്നു നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പാർട്ട് 12 എന്ന് പറയുന്നത് സ്ട്രെസ്സിന്റെ തന്നെ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്ലീപ്പ് ആണ്. എങ്ങനെ നിങ്ങൾ അതായത് എല്ലാത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട് അല്ലെ. അപ്പം നിങ്ങൾ നേരത്തെ ഉറങ്ങിയാലും നേരം വൈകിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓവറായിട്ട് ബിസി ആയിട്ടുണ്ടെങ്കിലും അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഹെയറിനെ ബാധിക്കുന്നത്, എങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം, അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മളെ പാർട്ട് 12 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാർട്ട് 13 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു വാട്ടർ ഇൻടേക്ക് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കുന്ന അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിനെ ഹെയറിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നാണ് ഞാൻ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 14 സ്കാൽപ്പിന്റെ ഹെൽത്ത് ആയിരുന്നു. അതായത് സ്കാൽപ്പ് ഹെൽത്ത് ചെയ്യാൻ മാത്രമേ നമ്മുടെ ഹെയർ സെറ്റ് ആകത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് വേണമെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സ്കാൽപ്പ് നമുക്ക് വേണം. അതെങ്ങനെയൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ അൺഹെൽത്തി ആൻഡ് ബെറ്റർ സ്കാൽപ്പിന്റെ ഒക്കെ ഡിഫറൻസ് എങ്ങനെയൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് 15 എപ്പിസോഡ്. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ കുളിക്കുന്ന മെത്തേഡ്, ഹെയർ വാഷ് ചെയ്യുന്ന മെത്തേഡ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയർ ഫോളിലും നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെയും അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ അതും നമ്മൾ ഈ ഒരു സീരീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ പാർട്ട് 15 എപ്പിസോഡ് ആൻഡ് ലാസ്റ്റ് എപ്പിസോഡ് അതായിരുന്നു. അപ്പൊ നമ്മളുടെ ഈ ഒരു പാർട്ടുകളിൽ നിങ്ങൾ ഏതെങ്കിലും പാർട്ടുകൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ പാട്ടൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എല്ലാ പാട്ടുകളും അവൈലബിൾ ആണ്. നിങ്ങൾ എന്തെങ്കിലും മസ്റ്റ് ആയിട്ട് കണ്ടു നോക്കാം. എല്ലാ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. ഹെയർ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഹെയർ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്ത ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഡൗട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യാം, എന്റെ Instagram ID ഞാൻ ഇതിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.